ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇന്ന് അക്ഷയ തൃതീയയാണ്. ഇന്ന് രാവിലെ 10:49 ആരംഭിക്കുന്ന തൃതീയ തിഥി നാളെ രാവിലെ 7:27 വരെയുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ, അതായത് നാളെ രാവിലെ 7:29 മുൻപായിട്ട് നിങ്ങളുടെ ഒരാഗ്രഹം പേപ്പറിൽ എഴുതി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. കാരണം അത്രമാത്രം പവിത്രമായിട്ടുള്ള ഒരു സ്പീഷ്യസ് ദിവസമാണ് ഈ ഒരു അക്ഷയ തൃതീയ എന്ന് പറയുന്നത്. ഈ ഒരു ദിവസം സകല ദൈവങ്ങളുടെയും അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി നമ്മൾ എഴുതി പ്രാർത്ഥിക്കുന്ന കാര്യം അതെന്താണെങ്കിലും നമുക്ക് നടന്നു കിട്ടും. ഇന്നത്തെ ദിവസം നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് ധനവരവുണ്ടാവാനും സ്വർണമുണ്ടാവാനും അതുപോലെ എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാവാനും ചെയ്തു വെക്കേണ്ടുന്ന വളരെ ചെറിയ ഒരു താന്ത്രികത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മഞ്ഞളും ഏലക്കായും പാക്കും മാത്രം മതിയാവും ആ ഒരു താന്ത്രികം ചെയ്യാൻ. ആ ഒരു വീഡിയോ കാണാത്തവരൊക്കെ അത് പോയി കണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അതുപോലെ വളരെ എളിയ രീതിയിൽ ചെയ്യേണ്ടുന്ന ഒരു ലക്ഷ്മി പൂജയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഞാനിന്ന് നിങ്ങളോട് പറയുന്ന ഈ ഒരു ആഗ്രഹം എഴുതി പ്രാർത്ഥിക്കുന്ന കാര്യം ചെയ്യുന്നതിന് മുൻപായി ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു വസ്തു ദാനം കൊടുക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. ദാനം ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ആഗ്രഹം എഴുതി പ്രപഞ്ചത്തിനോട് പ്രാർത്ഥിച്ചാൽ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിച്ചു കിട്ടുകയും ചെയ്യും. അതുമാത്രവുമല്ല, ഇന്ന് മേടമാസത്തിലെ കാർത്തിക നക്ഷത്രം കൂടിയിട്ടാണ്. എല്ലാ മാസവും കാർത്തിക നക്ഷത്രം വരുമ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാറുണ്ട്. അപ്പം ഈ വർഷം അക്ഷയ തൃതീയയിലാണ് കാർത്തിക നക്ഷത്രം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് മുരുകഭഗവാന് ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇന്ന് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ആ ഒരു പരിഹാരം എന്നുള്ളത് നോക്കാം. അതായത് ഞാൻ ഈ പറഞ്ഞ 10:49 നാളെ രാവിലെ 7:29 ഇടയ്ക്കുള്ള ഒരു സമയം, നിങ്ങൾ വളരെ സ്വസ്ഥതയും സമാധാനത്തോടു കൂടിയും ഇരിക്കുന്ന ഒരു സമയത്ത് എവിടെയാണോ വീട്ടിൽ നിങ്ങൾക്ക് സമാധാനപരമായിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റുക. കാരണം ഇത് ചെയ്ത് തരുന്നവർ ഡിസ്റ്റർബൻസ് ഉണ്ടാവരുത്, അതിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ഭാഗത്തായിട്ട് പോയി ഇരിക്കുക. ഇരുന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള പേപ്പർ, വരകളൊന്നുമില്ലാത്ത, ഒന്നും എഴുതിയിട്ടില്ലാത്ത A4 ഷീറ്റ് പേപ്പറോ എന്ത് പേപ്പറും ആയിക്കൊള്ളട്ടെ, ഒരു പേപ്പർ കയ്യിലെടുത്ത് പിടിച്ച് മടക്കി നമ്മുടെ വലത്തേ കൈക്ക് ഉള്ളിൽ വെച്ചിട്ട് കണ്ണുകളടച്ച് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ആദ്യം എഴുതരുത്, ആ പ്ലെയിനായിട്ടുള്ള പേപ്പർ മതി, ഒന്നുമില്ലാത്ത പേപ്പർ. അതെടുത്ത് നമ്മുടെ വലത്തേ കൈക്ക് ഉള്ളിൽ വെച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടത് ആ ആഗ്രഹം ഭഗവാൻ മഹാവിഷ്ണുവിനെ, കൃഷ്ണ ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ച് എനിക്ക് ഈ ഒരാഗ്രഹം എത്രയും പെട്ടെന്ന് നടത്തി തരണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച ശേഷം നമ്മൾ മനസ്സിൽ ഒരു 11 പ്രാവശ്യം ഭഗവാന്റെ മഹാമന്ത്രമായിട്ടുള്ള ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രം മനസ്സിലൊരു 11 പ്രാവശ്യം നമ്മൾ ചൊല്ലണം. ഭഗവാന്റെ മന്ത്രം ചൊല്ലുന്നതിന് നമുക്ക് യാതൊരുവിധ അശുദ്ധികളും നോക്കേണ്ടുന്ന ആവശ്യമില്ല. പീരിയഡ്സോ പുലയോ വാലായ്മയോ എന്തുമായിക്കൊള്ളട്ടെ, വിശ്വാസപൂർവ്വം നമുക്കിത് ചൊല്ലാവുന്നതാണ്. പിന്നെ നോൺ വെജ് കഴിക്കുന്ന കാര്യം, അക്ഷയ തൃതീയായ ഇന്ന് വീട്ടിലോട്ട് നോൺ വെജ് വാങ്ങിച്ചു കൊണ്ടുവരുന്നതും പാചകം ചെയ്യുന്നതും അത് കഴിക്കുന്നതും ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പറ്റില്ല എന്നുള്ളവർക്ക് ഇത് ചെയ്തിട്ട് നോൺ വെജ് കഴിക്കാം, അത് പ്രശ്നമുള്ള കാര്യമല്ല. അതിനുശേഷം നമ്മൾ ആ പേപ്പർ എടുക്കുക, അത് തുറന്ന് നമ്മുടെ ആഗ്രഹം എന്താണോ അത് ആ പേപ്പറിൽ പച്ച കളറിലെയോ ചുമന്ന കളറിലെയോ മഷി കൊണ്ട് എഴുതുക. ഒരേ ഒരു ആഗ്രഹം മാത്രം. നമ്മൾ എന്താഗ്രഹമാണോ ഭഗവാനോട് പ്രാർത്ഥിച്ച് ആ പേപ്പർ കയ്യിൽ വെച്ച് മടക്കി മനസ്സിൽ ഓർത്തത് അതേ ആഗ്രഹം, എൻ്റെ ഈ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചു തരണം എന്നെഴുതിയാൽ മതിയാകും. ആഗ്രഹം എഴുതുക, ഇതെനിക്ക് സാധിച്ചു തരണം എന്നെഴുതുക. അതിനുശേഷം വീണ്ടും ആ പേപ്പർ മടക്കി കയ്യിൽ വെച്ച് ഭഗവാനോട് വീണ്ടും പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ വീട്ടിലെ പച്ചരി വെക്കുന്ന പാത്രത്തിനുള്ളിലോട്ട് ഈ ഒരു പേപ്പർ കൊണ്ടുവച്ചേക്കുക. പച്ചരി ഇനിയിപ്പോൾ വീട്ടിലില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന അരി ഏതാണോ
ആ അരി പാത്രത്തിനുള്ളിലോട്ട് ഈ പേപ്പർ ഇറക്കി വെക്കാവുന്നതാണ്. പേപ്പർ അവിടെ തന്നെ ഇരുന്നോളട്ടെ. ഇപ്പം പച്ചരിയൊക്കെ വീണ്ടും എടുക്കുമ്പോഴോ വല്ലതും ആ പേപ്പർ കയ്യിൽ കിട്ടിയാൽ തിരിച്ചതേപോലെ അതൊന്ന് വെച്ചേച്ചാൽ മതിയാകും. ആഗ്രഹം നടന്നതിന് ശേഷം ആ പേപ്പർ നമുക്കെടുത്ത് വെള്ളത്തിൽ അലിയിച്ച് കളയുകയോ കത്തിച്ച് ചാരം കാറ്റിൽ പറത്തുകയോ ചെയ്യാവുന്നതാണ്. ഇന്ന് ഈ ഒരു കാര്യം ചെയ്താൽ ആ ആഗ്രഹം പ്രപഞ്ചം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു തരുന്നതായിരിക്കും. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇന്ന് മേടമാസത്തിലെ കാർത്തികയാണ്. ഈ ഒരു ദിവസം നമ്മൾ ഭഗവാൻ മുരുകന് മുൻപിൽ ചൊല്ലേണ്ടുന്ന ഒരു പ്രാർത്ഥന, ഇത് കുഞ്ഞു മുരുകനാണ് കേട്ടോ നമ്മൾ ചൊല്ലി സമർപ്പിക്കുന്നത്. അതായത് ആ 6 താമരപ്പൂക്കളിൽ അറുമുഖനായി ജനിച്ച് വീണ പിഞ്ചു ബാലകൻ, ആ ഭഗവാനോടാണ് നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ഉണ്ണിക്കണ്ണനോട് നമ്മൾ ഈ വെണ്ണയൊക്കെ കയ്യിൽ പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് പെട്ടെന്ന് കേട്ടിട്ട് തഥാസ്തു എന്ന് പറഞ്ഞ് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. കാരണം ആ വെണ്ണ കഴിക്കാനുള്ള ആ ഒരു ധൃതിയാണ് ഭഗവാൻ. അപ്പം ഭക്തൻ എന്താണ് പറയുന്നതെന്ന് പോലും ആ ഉണ്ണിക്കണ്ണൻ കേൾക്കില്ല. അപ്പം അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ കുഞ്ഞു മുരുകനും ആ ചെറിയ വേലൊക്കെ പിടിച്ച് കാലൊക്കെ പൊക്കി ആ താമര ഇതളുകളിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്ന ആ ഒരു ഭഗവാന്റെ രൂപമാണ് നമ്മളിവിടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത്. ആ ഭഗവാനോട് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മക്കളുടെ അടുത്ത് കൊഞ്ചിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞു മക്കളുടെ അടുത്ത് ചിലപ്പോൾ, അതായത് ജനിച്ച് വീണ് ഏകദേശം ഒരു 2-3 വയസ്സ് പ്രായമുള്ള, ഇപ്പോഴും നമ്മൾ നമ്മുടെ മക്കളോട് കൊഞ്ചില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ കുഞ്ഞു മക്കളോട് ഒരു പ്രത്യേക വാത്സല്യം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ആ ഒരു വാത്സല്യത്തോടു കൂടി വേണം നമ്മൾ ഈ ഒരു മന്ത്രം ഭഗവാന് ചൊല്ലി പ്രാർത്ഥിക്കാൻ. പ്രത്യേകിച്ച് ഇന്ന് അക്ഷയ തൃതീയയാണ്. ആ അക്ഷയ തൃതീയ ദിവസം നമ്മൾ നമ്മുടെ വിശ്വാസവും സ്നേഹവും ഒക്കെ ഭഗവാന് കൊടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ചെയ്യുന്നത്. സാധാരണ പോലെ തന്നെ ഭഗവാന് മുൻപിൽ നമ്മൾ 6 നെയ്ദീപങ്ങൾ കൊളുത്താം. ഷഡ്കോണം വരച്ച് 6 നെയ്ദീപം കൊളുത്താം. 6 വെറ്റിലയെടുത്ത് അതിന് പുറത്തായിട്ട് 6 ദീപങ്ങൾ കൊളുത്താം. ഇനി 6 മൺചിരാത് കയ്യിലില്ല, ദീപം കൊളുത്താൻ പറ്റില്ല എന്നുള്ളവർ ഒരേ ഒരു ദീപമാണെങ്കിലും കൊളുത്താം. ഒരുപാട് പേരുടെ കയ്യിൽ മുരുകഭഗവാന്റെ ഫോട്ടോയൊന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ഒരു ദീപം മാത്രം കൊളുത്തിയാലും മതിയാവും. കാരണം ഭഗവാൻ മുരുകൻ ജ്യോതി സ്വരൂപനാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നമ്മൾ ദീപം കൊളുത്തിയാലും സാക്ഷാൽ ഭഗവാൻ അത് കേൾക്കുക തന്നെ ചെയ്യും. അപ്പോൾ ദീപം കൊളുത്തിയതിന് ശേഷം നമ്മൾ ഭഗവാന് പ്രിയപ്പെട്ട പഞ്ചാമൃതം കൂടിയിട്ട് സമർപ്പിക്കണം. അതായത് തേന്, പഴം, ശർക്കര, കൽക്കണ്ടം, ഈന്തപ്പഴം ഇങ്ങനെയുള്ളതെല്ലാം കൂടി മിക്സ് ചെയ്തതാണ് ഈ ഒരു പഞ്ചാമൃതം എന്ന് പറയുന്നത്. ഇനി പഞ്ചാമൃതം സമർപ്പിക്കാനുള്ള വസ്തുക്കളൊന്നും ഇല്ല എന്ന് പറയുന്നവർ തേൻ മാത്രമായിട്ടാണെങ്കിൽ, കാരണം മധുരം കുട്ടികൾക്ക് വളരെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഭഗവാന് നമ്മൾ അതും കൂടിയിട്ട് സമർപ്പിക്കുന്നു. സമർപ്പിച്ചതിന് ശേഷം അവിടെ ഇരുന്ന് ഈ ഒരു അക്ഷയ തൃതീയ മുതൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കി തരണമെന്നും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാക്കി തരണമെന്നും കൂടെ ഉണ്ടാവണമെന്നും ഭഗവാനെ നോക്കി പ്രാർത്ഥിക്കണം. അതിനുശേഷം 6 കാർത്തിക പെൺകൊടികളെയും കൂടി നമ്മൾ മനസ്സിലോർത്ത് പ്രാർത്ഥിക്കണം. ഈ ഒരു കാർത്തിക നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ആ 6 കാർത്തിക പെൺകൊടികളോടുള്ള നമ്മുടെ ഒരു ബഹുമാനവും സമർപ്പണവും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെയും മനസ്സിലോർത്ത് അവരോടും നമ്മൾ നമ്മുടെ പ്രാർത്ഥന പറയണം. അതിനുശേഷം ഈ ഒരു മന്ത്രം നിങ്ങൾ 6 പ്രാവശ്യം ചൊല്ലുക. ഓരോ പ്രാവശ്യവും ചൊല്ലുമ്പം എന്തെങ്കിലും പൂക്കൾ ഓരോ ദീപത്തിനും സമർപ്പിക്കാം, ഇല്ലെങ്കിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്കോ വേരിനോ ഒക്കെ സമർപ്പിച്ചുകൊണ്ട് ചൊല്ലുന്നത് അർച്ചന ചെയ്തുകൊണ്ടുള്ള മന്ത്രോച്ചാരണം. അതിന് ഫലസിദ്ധി കൂടുതലാണ്. ഇനി അങ്ങനെയൊന്നും ശീലമില്ലാത്തവരാണെങ്കിൽ ഈ മന്ത്രം മാത്രം ചൊല്ലിയാലും മതിയാവും. ഈ ഒരു മന്ത്രം ഇതാണ്: സെന്തിൽപതി നായകനേ വാ വാ ഷൺമുഖ, സിംഗാരവേലവനേ വാ വാ ഷൺമുഖ, അന്തമികു സുന്ദരനേ വാ വാ ഷൺമുഖ, ആറുമുഖ മാനവനേ വാ വാ ഷൺമുഖ, വിന്തയൊടു മാമയിലിൽ വാ വാ ഷൺമുഖ, വല്ലിദേവയാനിയുടൻ വാ വാ ഷൺമുഖ, അന്തിപകൽ ഉனைമറവേൻ വാ വാ ഷൺമുഖ, അൻപുടനേ നീയരുള വാ വാ ഷൺമുഖ.
ഒന്നും കൂടി ഞാൻ പറയാം. സെന്തിൽപതി നായകനെ വാവാ ഷൺമുഖ, സിംഗാരവേലവനെ വാവാ ഷൺമുഖ, അന്തിമികു സുന്ദരനെ വാവാ ഷൺമുഖ, അറുമുഖമാനവനെ വാവാ ഷൺമുഖ, വിന്തയോടു മാമയിലിൽ വാവാ ഷൺമുഖ, വല്ലിദേവയാനിയുടൻ വാവാ ഷൺമുഖ, അന്തിപകൽ ഉനിമറവേൻ വാവാ ഷൺമുഖ, അൻപുടനെ നീയരുള വാവാ ഷൺമുഖ. ഇതാണ് മന്ത്രം. ഇത് ട്യൂണിലൊന്നും ചൊല്ലണമെന്നില്ല. ഞാനിതിങ്ങനെ ചൊല്ലുന്നത് കൊണ്ട് ആ ട്യൂണിൽ ആദ്യം അങ്ങ് ചൊല്ലി കേൾപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇത് 6 പ്രാവശ്യം, അതായത് ഇതൊറ്റ മന്ത്രമാണ്. ഇതൊരു തവണ വീണ്ടും രണ്ടാമത് വീണ്ടും ചൊല്ലുമ്പോൾ 2 അങ്ങനെ 6 പ്രാവശ്യം ചൊല്ലി ധൂപദീപ ആരതിയൊക്കെ എടുക്കുക. നമ്മൾ ഭഗവാനെ അങ്ങ് മനസ്സിൽ വിളിച്ചങ്ങ് ചൊല്ലുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇത് ചൊല്ലി പ്രാർത്ഥിച്ച് നമ്മുടെ വേണ്ട ആഗ്രഹങ്ങൾ കൂടി ഭഗവാനോട് പറയുമ്പോൾ തീർച്ചയായും ഭഗവാൻ അത് സാധിച്ചു തന്നിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ചൊല്ലാനായിട്ട് ശ്രമിക്കണം. ഇന്ന് കാർത്തിക നക്ഷത്രം, നാളെ തിങ്കളാഴ്ച വെളുപ്പിന് 4:27 വരെയേ ഉള്ളൂ. അതുകൊണ്ട് അതിനു മുൻപായിട്ട് തന്നെ നമ്മളിത് ചൊല്ലണം. എഴുതുന്നത് തൃതീയ തിഥി തീരുന്നതിന് മുൻപ് എഴുതി തീർത്താൽ മതി. അത് നാളെ തിങ്കളാഴ്ച രാവിലെ 7:29-7:27 ആ ഒരു സമയത്ത്, അതായത് കറക്റ്റ് 7:30-ക്കുള്ളിലായിട്ട് എഴുതി തീർത്താൽ മതിയാകും. അപ്പോൾ എല്ലാവരും ഈ 2 കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.